ഹായ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന മൂവിയാണ് ഫോൾ. ഹൈറ്റ് പേടിയുള്ളവർ ഈ സിനിമ കാണരുത്. സാഹസത്തിനായി ഒരു പഴയ ടവറിന്റെ മുകളിലേക്ക് കയറുകയാണ് രണ്ട് സുഹൃത്തുക്കൾ. പക്ഷേ അവരവിടെ കുടുങ്ങി പോകുന്നു. താഴേക്ക് ഇറങ്ങാൻ വഴിയില്ല. എങ്ങനെ അവരവിടെ നിന്ന് രക്ഷപ്പെടും? ഇതാണ് ഈ സിനിമയിൽ പറയുന്നത്. ഓരോ സീനും നിങ്ങളെ ടെൻഷനിലാക്കുന്ന സിനിമയാണിത്. നമുക്ക് നേരെ ആദ്യ സീനിലേക്ക് പോകാം. സിനിമയുടെ തുടക്കത്തിൽ ബെക്കിയും അവളുടെ ഹസ്ബൻഡും കൂടെ ഒരു മല കയറുന്നതാണ് കാണിക്കുന്നത്. കുത്തനെയുള്ള മലയാണ്. കൂടെ അവരുടെ ഒരു കൂട്ടുകാരിയുമുണ്ട്. അവളുടെ പേര് ഹണ്ടർ എന്നാണ്. അവരങ്ങനെ വളരെ സാഹസികമായി കയറിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ബെക്കിയുടെ ഹസ്ബൻഡ് ഡാൻ ഒരു വവ്വാലിനെ കണ്ട് ഭയന്ന് താഴേക്ക് വീഴുന്നു. അങ്ങനെ അദ്ദേഹം മരണപ്പെട്ടു. ഈ സംഭവത്തോടെ ബെക്കി ആകെ തകർന്നു പോവുകയാണ്. അവൾക്ക് അതിൽ നിന്ന് റിക്കവർ ആവാൻ കഴിയുന്നില്ല. മലകയറ്റമൊക്കെ അവൾ ഉപേക്ഷിച്ചു. അവളുടെ അച്ഛനും ബെക്കിയുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ വല്ലാത്ത വിഷമമുണ്ട്. ബെക്കിയെ അയാൾ കുറെ ഉപദേശിക്കുന്നു. പക്ഷേ അവൾ അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ ഒട്ടും തയ്യാറല്ല. അവസാനം അവളുടെ അച്ഛനൊരു ചോദ്യം ചോദിക്കുന്നു. നീയാണ് വീണ് മരിച്ചിരുന്നെങ്കിൽ ഡാൻ ഇതുപോലെ വിഷമിച്ചിരിക്കുമായിരുന്നു എന്ന് അദ്ദേഹം ചോദിക്കുന്നു. അവൻ എന്നെ മൂവ് ഓൺ ചെയ്തേനെ, സ്വന്തം ജീവിതം അവൻ എന്നെ നോക്കിയേനെ. അത് കേട്ടപ്പോൾ അവൾക്കൊരു സംശയം തോന്നിയെങ്കിലും അച്ഛന്റെ വാക്കുകളൊന്നും കേൾക്കാതെ അവൾ അവിടുന്ന് പോവുകയാണ്. ഡാന്റെ ഓർമ്മയിൽ അവൾ ആകെ തകർന്നാണ് ഇപ്പോൾ ജീവിക്കുന്നത്. അവന്റെ ഫോണിലേക്കൊക്കെ അവൾ വിളിച്ചു നോക്കും. കിട്ടാതാകുമ്പോൾ അവൾക്ക് ഭ്രാന്തെടുക്കുന്നത് പോലെ തോന്നും. അവൾ കുറെ മരുന്നൊക്കെ എടുത്തു കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിക്കുകയാണ്. പക്ഷെ അപ്പോഴേക്കും അവളുടെ ഫോണിൽ ഒരു കോൾ വരുന്നു. അത് അവളുടെ ആ ബെസ്റ്റ് ഫ്രണ്ടാണ്, ഹണ്ടർ. അവൾ ബെക്കിയെ കാണാൻ വന്നിരിക്കുകയാണ്. ബെക്കിയുടെ അച്ഛൻ ഹണ്ടറെ വിളിച്ച് ബെക്കിയുടെ കാര്യങ്ങളെല്ലാം അവളോട് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവൾ ഇപ്പോൾ കൂട്ടുകാരിയെ കാണാൻ വന്നിരിക്കുന്നത്. ഹണ്ടർ ഇപ്പോൾ വന്നിരിക്കുന്നത് പുതിയൊരു പ്ലാനുമായിട്ടാണ്. അവിടെ ഒരു മരുഭൂമിയിൽ അബാൻഡന്റ് ആയിട്ടുള്ള ഒരു ടവർ ഉണ്ട്. 2000 അടി ഉയരമുണ്ട് അതിന്. അതിന്റെ പൊക്കത്ത് കയറുക, എന്നിട്ട് ഡാന്റെ ആഷസ് അവിടെ പറത്തി കളയുക. ഇതാണ് അവളുടെ പ്ലാൻ. ആ ടവർ പൊളിച്ചു കളയാൻ പോവുകയാണ്. ഡാന്റെ ഡെത്ത് ആനിവേഴ്സറി അടുക്കുകയാണ്. അതിനു മുമ്പേ നമുക്കത് ചെയ്യാമെന്ന് അവൾ പറയുന്നു. പക്ഷേ ബെക്കിയാണെങ്കിൽ ഡാന്റെ മരണത്തിന് ശേഷം ഇതുവരെ അങ്ങനെയുള്ള സാഹസിക പ്രവൃത്തികളിലൊന്നും ഏർപ്പെട്ടിട്ടില്ല. അവൾക്ക് നല്ല പേടിയാണ്. പക്ഷെ അങ്ങനെ ചെയ്താൽ ബെക്കി ഓക്കെ ആകുമെന്ന് ഹണ്ടർ വിശ്വസിക്കുന്നു. അങ്ങനെ അവളെ ഒരു വിധത്തിൽ സമ്മതിപ്പിച്ച് അവരെ സാഹസത്തിനായി ഇറങ്ങി പുറപ്പെടുകയാണ്. B67 TV ടവർ എന്നാണ് അതിന്റെ പേര്. അവർ രണ്ടാളും ഒരു ഹോട്ടലിലെത്തി. ആ ഹോട്ടലിൽ നിന്ന് നോക്കിയാൽ ആ ടവർ കാണാം. പക്ഷേ അത് കുറച്ച് അകലെയാണ്. അന്ന് അവിടെ തങ്ങി അവർ പിറ്റേ ദിവസം രാവിലെ ആ ടവറിന്റെ അടുത്തേക്ക് പോകുന്നു. ഹണ്ടറിന് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. അവൾ അതിനായി റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അവർ ഒരുപാട് നേരം ഡ്രൈവ് ചെയ്ത് ആ ടവറിന് അടുത്തെത്തി. പക്ഷെ അങ്ങോട്ടേക്ക് കടക്കരുതെന്നും ഡേഞ്ചർ ഓഫ് ഡെത്ത് എന്നും അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊന്നും വകവയ്ക്കാതെ അവർ അങ്ങോട്ടേക്ക് പോവുകയാണ്. അങ്ങോട്ടേക്ക് കാർ കൊണ്ടുപോകാൻ മാർഗമില്ല. അതുകൊണ്ട് തന്നെ അവർ അങ്ങോട്ടേക്ക് നടക്കുന്നു. കുറെ ദൂരം അവരെ മരുഭൂമിയിലൂടെ നടക്കുന്നു. വഴിയിൽ ഒരിടത്ത് ഒരു ചെന്നായെ 2 കഴുകന്മാർ കൊത്തി വലിക്കുന്നവർ കാണുന്നു. കഴുകന്മാരെ അവർ ഓടിക്കുന്നുണ്ട്. ഹണ്ടർ ഇതെല്ലാം സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുകയാണ്. അവൾ അതിനെയെല്ലാം ഫണ്ണായിട്ടാണ് എടുക്കുന്നത്. പക്ഷെ ബെക്കിക്ക് അങ്ങനെയല്ല. അവൾക്ക് അതൊക്കെ വല്ലാത്തൊരു നെഗറ്റിവിറ്റി ഉണ്ടാക്കുന്നു. അവസാനം അവരെ ടവറിനടുത്തെത്തി. അത് വല്ലാത്ത ഉയരമുള്ളതാണ്. അതിന്റെ മുകൾ ഭാഗം താഴ്ന്ന് കാണാൻ പോലും സാധിക്കുന്നില്ല. അത് വളരെ പഴക്കം ചെന്നൊരു ടവറാണ്. ബെക്കി തനിക്കിത് ചെയ്യാൻ സാധിക്കില്ലെന്ന് പറയുന്നു. പക്ഷെ ഹണ്ടർ അവളെ വളരെയധികം നിർബന്ധിക്കുന്നു. അങ്ങനെ അവരത് കയറാൻ തുടങ്ങി. അവരൊരു റോപ്പ് അവർ രണ്ടുപേരും കണക്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഹണ്ടറാണ് ആദ്യം കയറുന്നത്. പുറകിൽ മടിച്ച് ബെക്കിയും കയറുന്നു. ആദ്യമെല്ലാം വലിയ കുഴപ്പമില്ലാതെ കയറി പോവുകയാണ്. അവൾ കാൽ വെച്ചൊരു പടി ഇളകിപ്പോകുന്നു. ആ ഇളകിപ്പോയ പടി താഴേക്ക് വീണു. പക്ഷെ വീണ്ടും അവരതൊന്നും കാര്യമാക്കാതെ കയറുകയാണ്. ഹണ്ടർ വളരെ ഈസി ആയിട്ടാണ് കയറി പോകുന്നത്. പക്ഷെ ബെക്കിക്ക് ഇപ്പോഴും ആ ഒരു പേടിയും ട്രോമയും ഉണ്ട്. അവൾ പതിയെ കയറുകയാണ്. പലയിടത്തെയും നട്ടുകളൊക്കെ ഇളകിയിരിക്കുന്നത് കാണാം. അതാകെ ദ്രവിച്ചൊക്കെ ഇരിക്കുകയാണ്. അവരിപ്പോൾ 1000 അടി കയറിയിരിക്കുകയാണ്. അവർ വന്നപ്പോൾ തങ്ങിയ ഹോട്ടൽ അവർക്ക് അവിടെ നിന്ന് ദൂരെ കാണാം. അവർക്ക് ഇനിയും മുകളിലേക്ക് പോകാനുണ്ട്. അവർ കയറി ഒരു പ്ലാറ്റ്ഫോമിലെത്തി. അവിടെ നിന്ന് ഇനിയും കുറച്ചും കൂടി മുകളിലേക്ക് പോകാനുണ്ട്. പക്ഷേ അങ്ങോട്ടേക്കുള്ള ലാഡറിന് ചെറിയൊരു കുലുക്കമുണ്ട്. ഹണ്ടർ മുകളിലെത്തിക്കഴിഞ്ഞു. ബെക്കി ആ ലാഡർ പയ്യെ കുലുക്കി നോക്കുന്നു. അവൾക്ക് നല്ലപോലെ പേടിയാവുന്നുണ്ട്. പക്ഷെ എന്നാലും അവൾ അതിലൂടെ കയറുന്നു. ആ ലാഡർ നല്ലപോലെ ദ്രവിച്ചിട്ടുണ്ട്. ഇത്രയും നേരം കയറി വന്നെടുത്ത് ചുറ്റും ഫ്രെയിംസ് ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ഈ ലാഡർ മാത്രമേ ഉള്ളൂ. ഹണ്ടറിന് പക്ഷെ ഇതൊന്നും ഒരു വിഷയമല്ല. അവിടെ ഇത് വളരെ എൻജോയ് ചെയ്ത് കയറി. കുറച്ച് കയറിയപ്പോൾ അവിടെ കമ്മ്യൂണിക്കേഷൻ ഡിഷുകളുണ്ട്. അതിന്റെ ഇടയിലൂടെ അവർക്ക് നൂർന്ന് കയറണം. ഒരു വിധത്തിൽ അവർ അതിലൂടെ കയറുന്നു. പക്ഷെ ഇതിനിടയ്ക്ക് ആ ലാഡർ ഒന്ന് ഇളകുന്നുണ്ട്. അതിന്റെ സ്ക്രൂ ഒക്കെ ഇളകി തേച്ച് പോകുന്നുണ്ട്. ഇതിനിടയ്ക്ക് ഹണ്ടർ മുകളിലെത്തി. അവൾ അതിന്റെ മുകളിലെ പ്ലാറ്റ്ഫോമിൽ കയറി. ഒരൽപ്പം പേടിച്ചിട്ടാണെങ്കിലും ബെക്കിയും പുറകിൽ കയറി എത്തുന്നു. ഹണ്ടർ ബെക്കിയെ കൈ പിടിച്ച പ്ലാറ്റ്ഫോമിലേക്ക് കയറ്റുന്നു. പക്ഷെ ഈ സമയം അതിന്റെ മുകളിലുള്ള ഒരു സ്ക്രൂ ഊരി പോകുന്നത് കാണിക്കുന്നു. ആ ലാഡർ ശരിക്കും അപകടാവസ്ഥയിലാണ്. അവർ ഏറ്റവും മുകളിൽ എത്തിയിരിക്കുകയാണ്. അവർക്ക് വല്ലാത്ത സന്തോഷമായി. കുറെ ഫോട്ടോസ് എല്ലാം അവരെടുക്കുന്നു. ഒരു ഡ്രോൺ പറത്തി അവർ അവരെ തന്നെ ഷൂട്ട് ചെയ്യുന്നു. ഹണ്ടർ ആ പ്ലാറ്റ്ഫോമിൽ ഒരു കയ്യിൽ മാത്രം തൂങ്ങി ആടുകയാണ്. ബെക്കിയെ കൊണ്ടും അവൾ അത് ചെയ്യിക്കുന്നു. അതെല്ലാം അവർ ക്യാമറയിൽ പകർത്തുന്നുമുണ്ട്.
വളരെ പേടിച്ചിട്ടാണെങ്കിലും ബെക്കിയും അതെല്ലാം ചെയ്യുന്നു. ഇനി അവരവിടെ നിൽക്കുന്നതിൽ നിന്ന് എയർക്രാഫ്റ്റിനൊക്കെ സിഗ്നൽ കൊടുക്കാനുള്ള ചെറിയൊരു ടവർ കൂടിയുണ്ട്. അതുമാത്രമാണ് അവർക്ക് മുകളിൽ ഇനിയുള്ളത്. അതിൽ പിടിച്ചാണ് ആ പ്ലാറ്റ്ഫോമിൽ അവർ നിൽക്കുന്നത്. പതിയെ പതിയെ ബെക്കിയുടെ പേടികളെല്ലാം മാറുകയാണ്. അവൾ ഹണ്ടറോട് നന്ദി പറയുന്നു. അവൾ ഡെയിനിന്റെ ആഷസ് എടുത്ത് അവിടുന്ന് പറത്തി കളയുകയാണ്. അവളത് പറത്തി കളഞ്ഞപ്പോൾ ഹണ്ടർ അവിടുന്ന് കരയുന്നുണ്ട്. അവരിനി താഴത്തേക്ക് ഇറങ്ങാൻ പോവുകയാണ്. ആ റോപ്പ് വീണ്ടും അവർ പരസ്പരം അരയിൽ കെട്ടി ഉറപ്പിക്കുന്നു. അതിനുശേഷം ആദ്യം ബെക്കിയാണ് ഇറങ്ങുന്നത്. പക്ഷെ അവൾ കുറച്ചിറങ്ങിയതും ആ ലാഡർ ഇളകുകയാണ്. ആ ലാഡർ മുഴുവനുമായി ഇളകിയിരിക്കുന്നു. അവൾ അതുമായി താഴേക്ക് വീഴുകയാണ്. പക്ഷെ അവളുടെ അരയിൽ ആ റോപ്പ് ഉണ്ടല്ലോ, അത് ഹണ്ടറിന്റെ അരയിൽ കെട്ടിയിരിക്കുകയാണല്ലോ. അവളും അവിടെ മേളിൽ നിന്ന് വീഴാൻ പോകുന്നു. അവൾ പക്ഷെ അവിടുത്തെ ടവറിൽ പിടിച്ചു നിൽക്കുന്നു. ബെക്കി ആ റോപ്പിൽ തൂങ്ങി ആടുകയാണ്. അവൾക്ക് താഴെയായി ആ ലാഡർ എല്ലാം താഴേക്ക് പതിക്കുന്നത് കാണാം. മുകളിൽ നിന്ന് ഹണ്ടർ ബെക്കിയെ മുകളിലേക്ക് വലിക്കുകയാണ്. അവൾ ആ റോപ്പിൽ പിടിച്ച് വലിച്ച് ഒരു വിധത്തിൽ ബെക്കിയെ മുകളിലെത്തിക്കുന്നു. അവിടെ മുകളിലായി കുറച്ച് ഭാഗത്ത് മാത്രമാണ് ഇപ്പോൾ ലാഡർ ഉള്ളത്. അതുകൊണ്ട് അവർക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. രണ്ടുപേരും നല്ലപോലെ പേടിച്ചുപോയി. ഇപ്പോഴാണ് അവർക്ക് അപകടം മനസ്സിലാവുന്നത്. ഇനി അവർക്ക് എങ്ങനെ താഴെ പോകാൻ സാധിക്കും? പെട്ടെന്ന് അവർ ഫോൺ എടുത്ത് നോക്കുന്നു. പക്ഷെ അതിൽ സിഗ്നൽ ഇല്ല. അവിടെ ഒരു ബോക്സ് അവർ കാണുന്നു. അതിൽ എമർജൻസിക്ക് യൂസ് ചെയ്യാനായി ഒരു ബൈനോക്കുലറും ഒരു ഫ്ലെയർ ഗണ്ണും ഉണ്ട്. അവരത് എടുക്കുന്നു. ആ ബൈനോക്കുലറിലൂടെ അവർ ചുറ്റും നോക്കുകയാണ്. എങ്ങും മരുഭൂമി മാത്രമാണ് കാണുന്നത്. ഇവരിവിടെ ഉള്ളത് പോലും ആർക്കും അറിയില്ല. അപ്പോഴാണ് ബെക്കി ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. ഡ്രോണും വെള്ളവും മറ്റുമുള്ള ബാഗ് താഴെ ആ കമ്മ്യൂണിക്കേഷൻ ഡിഷിൽ തങ്ങിക്കിടക്കുകയാണ്. നേരത്തെ അവൾ വീഴാൻ പോയപ്പോൾ അവളുടെ കയ്യിൽ നിന്ന് ഊരിപ്പോയതാണ്. നേരത്തെയുള്ള വീഴ്ചയിൽ ബെക്കിയുടെ കാൽ മുറിഞ്ഞിട്ടുണ്ട്. അവരത് പൊതിഞ്ഞു കെട്ടിവെക്കുന്നു. അവരവിടെ നിന്ന് ഒരു വീഡിയോ ഒക്കെ എടുക്കുന്നു. ഞങ്ങൾ ഇവിടെ 2000 അടി മുകളിൽ കുടുങ്ങി കിടക്കുകയാണെന്നൊക്കെ പറഞ്ഞ്. ബൈനോക്കുലറോട് നോക്കിയ ഹണ്ടർ അവിടെ ദൂരെയായി ഒരു വണ്ടി കിടക്കുന്നത് കാണുന്നു. പക്ഷേ അവിടെയൊന്നും ആരും കാണുന്നില്ല. അവർ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിയപ്പോഴാണ് ചെന്നായുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്തിരുന്നു. അതെല്ലാം അപ്ലോഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മുകളിൽ വന്നതിന് ശേഷമാണ് അവർക്ക് സിഗ്നൽ ലോസ്റ്റ് ആയിരിക്കുന്നത്. അത് ഈ കമ്മ്യൂണിക്കേഷൻ ഡിഷസ് കൊണ്ടായിരിക്കുമെന്ന് അവർക്ക് മനസ്സിലാവുന്നു. അപ്പോൾ അതിന് താഴെ സിഗ്നൽ കിട്ടും. അവർ അവരുടെ കയ്യിലുള്ള റോപ്പിൽ ആ ഫോൺ കിട്ടി താഴേക്ക് ഇറക്കുന്നു. പക്ഷേ ആ റോപ്പിന് അത്ര നീളമില്ല. ഹണ്ടർ അവിടെ ബാക്കിയുള്ള ലാഡറിൽ പിടിച്ച് ഒരു കയ്യിൽ തൂങ്ങി അതിനായി ശ്രമിക്കുകയാണ്. പക്ഷെ എത്ര ശ്രമിച്ചിട്ടും ആ ഡിഷസിന്റെ താഴേക്ക് ആ ഫോൺ എത്തുന്നില്ല. ഇനിയിപ്പോ എന്താണ് ഒരു വഴി? എന്തായാലും താഴെ സിഗ്നൽ കിട്ടും. ഫോൺ താഴെ എത്തിക്കേ വഴിയുള്ളൂ. അവർ ഒരു പ്ലാൻ ഉണ്ടാക്കുന്നു. ഹണ്ടർക്ക് കുറെ അധികം ഫോളോവേഴ്സ് ഉണ്ട്. അവളുടെ മെസ്സേജ് എന്തായാലും അവർ കാണാതിരിക്കില്ല. അവരിവിടെ B67 ടവറിൽ സ്റ്റക്കാണെന്നും ഹെൽപ്പ് ചെയ്യാനും പറഞ്ഞ് അവിടെ ഒരു മെസ്സേജ് ടൈപ്പ് ചെയ്യുന്നു. ആരെങ്കിലും ഇത് കാണുവാണെങ്കിൽ 911 കോൾ ചെയ്ത് പറയാൻ അതിലെഴുതി അവർ ആ ഫോൺ ഷൂസിനകത്താക്കി താഴേക്കിടുന്നു. താഴേക്കെത്തുമ്പോൾ സിഗ്നൽ കിട്ടുമെന്നും ആ മെസ്സേജ് ആരെങ്കിലും കാണുമെന്നും അവർക്ക് ഹെൽപ്പ് എത്തുമെന്നുമാണ് അവർ വിചാരിക്കുന്നത്. അത് താഴെ പോയി വീഴുന്നത് അവർ ബൈനോക്കുലറിൽ കൂടെ കാണുന്നുണ്ട്. ഈ സമയം അവിടെ ആ കഴുകന്മാർ താഴെ വട്ടമിട്ട് പറക്കുന്നത് അവർക്ക് കാണാം. ഹണ്ടർ ആ ബൈനോക്കുലറിലൂടെ ചുറ്റും നോക്കുകയാണ്. പെട്ടെന്നാണ് ബെക്കിയുടെ കണ്ണിൽ ഹണ്ടറിന്റെ കാലിൽ 143 എന്ന് എഴുതിയിരിക്കുന്നത് കാണുന്നത്. അവൾക്ക് പെട്ടെന്ന് എന്തോ സംശയം തോന്നുന്നു. ഇത് തന്നോട് ഡെയ്ൻ ഐ ലവ് യു എന്ന് പറയാൻ ഉപയോഗിക്കുന്ന കോഡ് ഭാഷയായിരുന്നല്ലോ. ഈ സമയം താഴെ ഒരാളെ ഹണ്ടർ കാണുന്നു. അയാളുടെ കൂടെ ഒരു നായയുമുണ്ട്. അവർ അവിടുന്ന് ഹെൽപ്പിനായി ഉറക്കെ കൂവുകയാണ്. പക്ഷെ അവിടെ നിന്നുള്ള സൗണ്ട് അയാൾക്ക് കേൾക്കാൻ സാധിക്കില്ല. അയാളൊരു ഫോണും വിളിച്ചോണ്ട് അവിടുന്ന് പോവുകയാണ്. ഈ സമയം അവരെറിഞ്ഞ ഫോൺ താഴെ ചിന്നിച്ചിതർ കിടക്കുന്നത് കാണാം. ഷൂസിൽ നിന്ന് അത് തെറിച്ചു പോയിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ മെസ്സേജ് ആർക്കും പോയിട്ടില്ല. ആ ഫോൺ ആ നായ മണത്തോക്കുകയാണ്. നായക്ക് ഇവരുടെ സൗണ്ട് കേൾക്കാം. പക്ഷെ അയാൾ വിളിച്ചപ്പോൾ നായ അവിടുന്ന് ഓടിപ്പോകുന്നു. അവർ അവരുടെ കാലിലൊരു ഷൂസ് ഒക്കെ എറിഞ്ഞ് അയാളുടെ ശ്രദ്ധ ആകർഷിക്കാൻ നോക്കുന്നുണ്ട്. അവർ എറിഞ്ഞ ഷൂ അവിടെ താഴെ കിടക്കുന്ന ലാഡറിൽ പോയി തട്ടുന്നു. ആ സൗണ്ട് കേട്ട് അയാൾ വന്ന് ആ ഷൂസ് എടുത്ത് നോക്കുന്നു. പക്ഷെ മുകളിലേക്ക് നോക്കിയ അയാൾക്ക് ഒന്നും കാണാൻ സാധിക്കുന്നില്ല. ഒന്നും കാണാത്തതുകൊണ്ട് അയാൾ ആ ഷൂസ് അവിടെ ഇട്ട് അവിടുന്ന് പോകുന്നു. അവിടെ അവർ നേരത്തെ കണ്ട ആ വണ്ടിയുടെ അടുത്തേക്കാണ് അയാൾ പോകുന്നതെന്ന് അവർക്ക് മനസ്സിലായി. ആ വണ്ടിയിൽ വേറൊരാളുണ്ട്. ബെക്കി ആ ഫ്ലെയർ ഗൺ എടുത്ത് ഷൂട്ട് ചെയ്യാൻ പോകുന്നു. പക്ഷെ ഹണ്ടർ അത് തടയുകയാണ്. ഇപ്പൊ ഷൂട്ട് ചെയ്താൽ ചിലപ്പോൾ അവർ കാണില്ല. കുറച്ച് ഇരുട്ടി കഴിഞ്ഞ് അത് ഷൂട്ട് ചെയ്താൽ മാത്രമേ അവർക്ക് കാണാൻ സാധിക്കൂ. ആ ആൾക്കാർ അവിടെ ക്യാമ്പ് ചെയ്യുകയാണെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. സൺസെറ്റ് ആവാൻ അധികം സമയമില്ല. ബെക്കി അവളുടെ ഫോണിൽ പണ്ടത്തെ അവരുടെ കുറച്ച് വീഡിയോസ് കാണുകയാണ്. ഡെയ്നും അവളുമായിട്ടുള്ള വീഡിയോസ്. ഈ സമയം ഒരു വീഡിയോയിൽ ഹണ്ടർ അവരെ നോക്കി വിഷമിച്ചിരിക്കുന്ന അവൾ ശ്രദ്ധിക്കുന്നു. ബെക്കിയും ഡെയ്നും അവിടെ സന്തോഷമായിട്ടിരിക്കുമ്പോൾ അവൾ വല്ലാത്തൊരു നോട്ടമാണ് നോക്കുന്നത്. ബെക്കിക്ക് വീണ്ടും എന്തോ സംശയം തോന്നുന്നു. അവൾ വീണ്ടും ഹണ്ടറിന്റെ കാലിലെ ആ ടാറ്റുവിനെ കുറിച്ച് ഓർക്കുന്നു. പക്ഷെ ഈ സമയം ഹണ്ടർ നമുക്ക് ഫ്ലെയർ ഗൺ ഷൂട്ട് ചെയ്യാമെന്ന് പറയുന്നു. കാരണം അവിടെയുള്ള അവർ പോവാൻ പോവുകയാണ്. അവർ അത് ഷൂട്ട് ചെയ്യുന്നു. അത് താഴെയുള്ളവർ കാണുന്നുണ്ട്. അവർ ഫോണിൽ ഫ്ലാഷ് ഒക്കെ ഓണാക്കി അവരുടെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ നോക്കുന്നു. എന്തായാലും ആ വണ്ടിയിലുള്ളവർക്ക് ആ ടവറിന്റെ മുകളിൽ ആരോ കുടുങ്ങിയിട്ടുണ്ടെന്ന് മനസ്സിലാവുന്നു. അവരുടെ കയ്യിലുള്ള ബൈനോക്കുലറിലൂടെ
അവർ അവരെ കാണുന്നുമുണ്ട്. ബെക്കിയും ഹണ്ടറും അവരുടെ ബൈനോക്കുലറിലൂടെ അവർ തങ്ങളെ കണ്ടുവെന്ന് മനസ്സിലാക്കുന്നു. അവർ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാണ്. പക്ഷേ അവരുടെ സന്തോഷത്തിന് അധികം ആയുസുണ്ടായില്ല. അവിടെയുള്ള ആ മനുഷ്യർ ഇവരെ സഹായിക്കുന്നതിന് പകരം അവരുടെ കാറും കെട്ടെടുത്ത് അവിടുന്ന് കടന്നു കളയുകയാണ്. ഇതോടെ അവരുടെ സകല പ്രതീക്ഷയും അവിടെ അസ്തമിക്കുകയാണ്.